ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് VEO എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC എക്സാമുകൾക്ക് ചോദിക്കാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കിട്ടാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം കേൾക്കാം. വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ്. വളരെ പ്രധാനപ്പെട്ട നോട്ട്സാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാനൊരു നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. വോട്ട് ചെയ്യാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം 18 വയസ്സാണ്. വോട്ട് ചെയ്യാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം നമുക്കെല്ലാവർക്കും അറിയാം, 18 വയസ്സ്. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം 35 വയസ്സാണ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം 35 വയസ്സാണ്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും 35 വയസ്സ് വേണം മത്സരിക്കാനായിട്ട്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കും മത്സരിക്കാൻ വേണ്ട പ്രായം 35 വയസ്സാണ്. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 7. ജനസംഖ്യയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ജനസംഖ്യയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനം. ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ഏറ്റവും വലിയ രാജ്യം റഷ്യ. ഏറ്റവും വലിയ ദേശീയ പാത ഏത്? ഏറ്റവും വലിയ ദേശീയ പാത NH7 ആണ്. NH7 വാരണാസിയെയും കന്യാകുമാരിയെയുമാണ് NH7 ബന്ധിപ്പിക്കുന്നത്. വാരണാസിയെയും കന്യാകുമാരിയെയുമാണ് NH7 ബന്ധിപ്പിക്കുന്നത്. 2369 കിലോമീറ്ററാണ് ദൈർഘ്യം. 2369 കിലോമീറ്ററാണ് NH7ൻ്റെ ദൈർഘ്യം. വായുവിൽ അധികമുള്ള മൂലകം ഏത്? വായുവിൽ അധികമുള്ള മൂലകം നൈട്രജനാണ്. ഓക്സിജനാണ് രണ്ടാമത്തെ മൂലകം. വായുവിൽ അധികമുള്ള 2ാമത്തെ മൂലകം ഓക്സിജനാണ്. 1ാമത്തെ മൂലകം നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. ഒന്നുകൂടി പറയാം. വായുവിൽ അധികമുള്ള മൂലകം നൈട്രജനാണ്. ഓക്സിജനാണ് 2ാമത്തേത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 7ൽ താഴെ pH മൂല്യമുള്ളവ അമ്ലങ്ങളും 7ൽ കൂടിയവ ക്ഷാര ഗുണമുള്ളവയുമാണ്. രക്തത്തിൻ്റെ pH മൂല്യം 7.4. രക്തത്തിൻ്റെ pH മൂല്യം 7.4. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഏത്? പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. കാർബണിൻ്റെ മറ്റൊരു രൂപമാണ് ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ മറ്റൊരു രൂപമാണ് ഗ്രാഫൈറ്റ്. വജ്രം കഴിഞ്ഞാൽ കടുപ്പം കൂടിയ പദാർത്ഥമാണ് കൊറണ്ടം. വജ്രം കഴിഞ്ഞാൽ കടുപ്പം കൂടിയ പദാർത്ഥമാണ് കൊറണ്ടം. അലൂമിനിയം ഓക്സൈഡാണ് കൊറണ്ടം എന്നറിയപ്പെടുന്നത്. അലൂമിനിയം ഓക്സൈഡാണ്. പല്ലിലെ ഇനാമിലാണ് ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം. ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം റഷ്യയാണ്. കേരളത്തിൽ വനപ്രദേശം കൂടിയ ജില്ല ഇടുക്കിയും വനം കുറഞ്ഞ ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിൽ വനപ്രദേശം കൂടിയ ജില്ല ഇടുക്കിയും വനം കുറഞ്ഞ ജില്ല ആലപ്പുഴയുമാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി ഏത്? അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി വൈറ്റ് ഹൗസാണ്. വൈറ്റ് ഹൗസാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതി. 10 ഡൗണിംഗ് സ്ട്രീറ്റാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതി. 10 ഡൗണിംഗ് സ്ട്രീറ്റിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതി. 7 റേസ് കോഴ്സ് റോഡിൽ വസിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 7 റേസ് കോഴ്സ് റോഡിൽ വസിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ്. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസാണ്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം ഏത്? ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം സി ആണ്. ജീവകം സി ആണ് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ജീവകം സി ആണ്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ജീവകം സി ആണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കിയിലെ ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇടുക്കിയിലെ ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. 1978 കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. 1934. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയത് എന്നാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയത് 1966-67 കാലഘട്ടത്തിലാണ്. 1966-67 ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയത്. സി സുബ്രഹ്മണ്യമായിരുന്നു ഇക്കാലത്തെ കേന്ദ്ര കൃഷിമന്ത്രി. ഹരിത വിപ്ലവം തുടങ്ങിയ സമയത്തെ കൃഷിമന്ത്രി സി സുബ്രഹ്മണ്യം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. നിരവധി PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആര്? കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആനി ബസന്റാണ്. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. സരോജിനി നായിഡുവാണ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേല കൃപലാനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. ദൂരദർശൻ്റെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം. ദൂരദർശൻ്റെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം. ആകാശവാണിയുടെ ആപ്തവാക്യം ബഹുജന ഹിതായ ബഹുജന സുഖായ. ആകാശവാണിയുടെ ആപ്തവാക്യം ബഹുജന ഹിതായ ബഹുജന സുഖായ. കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബം അറൈക്കൽ രാജവംശമാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബം അറൈക്കൽ രാജവംശം. ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്നതും അറൈക്കൽ രാജവംശമാണ്. ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്നതും അറൈക്കൽ രാജവംശമാണ്. മദ്യം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഉത്തരം സെറിബെല്ലം. മദ്യം തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഉത്തരം സെറിബെല്ലം. ലഹരി പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മദ്യം ഈഥൈൽ ആൽക്കഹോളാണ്. ലഹരി പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മദ്യം ഈഥൈൽ ആൽക്കഹോൾ. വിഷമദ്യ ദുരന്തത്തിനു കാരണമാവുന്നത് മീഥൈൽ ആൽക്കഹോൾ. വിഷമദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് മീഥൈൽ ആൽക്കഹോൾ. പാവപ്പെട്ടവൻ്റെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാളയാണ്. പാവപ്പെട്ടവൻ്റെ മത്സ്യം ചാളയാണ്. ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഉത്തര അറ്റ്ലാന്റിക്കിലാണ്. ചാളക്കടൽ അല്ലെങ്കിൽ ഹെറിംഗ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം ഉത്തര അറ്റ്ലാന്റിക്കിലാണ്.
മത്സ്യങ്ങൾ ഇല്ലാത്ത കടലാണ് ചാവുകടൽ. മത്സ്യങ്ങൾ ഇല്ലാത്ത കടലാണ് ചാവുകടൽ. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി അളവ് 5.7 ലിറ്ററാണ്. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി അളവ് 5.7 ലിറ്ററാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ. രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? ഉത്തരം 24 ക്യാരറ്റ്. 24 ക്യാരറ്റ്. 1 പവൻ 8 ഗ്രാം സ്വർണമാണ്. 1 പവൻ എന്ന് പറയുന്നത് 8 ഗ്രാം സ്വർണമാണ്. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് 22 ക്യാരറ്റ് സ്വർണമാണ്. 916 ഗോൾഡ് എന്നറിയപ്പെടുന്നത് 22 ക്യാരറ്റ് സ്വർണമാണ്. 1 കിലോഗ്രാം സ്വർണം 125 പവനാണ്. 1 കിലോഗ്രാം സ്വർണം 125 പവനാണ്. ഏറ്റവും അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം സ്വർണമാണ്. ഏറ്റവും അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം സ്വർണമാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നോട്ട്സാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള PSC എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നൽകുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നോട്ട്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.